സിന്ദൂരരേഖ ഭാഗം 1. കറുത്ത നിറത്തിലുള്ള ഒരു ഡസ്റ്റർ കാർ ഒരു ഇരുനില വീടിൻ്റെ കാർ പോർച്ചിലേക്ക് വേഗത്തിൽ കയറി വന്നു. അകത്തുനിന്ന് കാറ് വരുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ എന്തോ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നൊരു സ്ത്രീ വേഗത്തിൽ അത് മടക്കി വെച്ചുകൊണ്ട് വാതിൽ തുറന്നു. മനു, നീ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്? അവരുടെ ശബ്ദത്തിൽ അവനെ കണ്ടതിലുള്ള ആകാംക്ഷയും അത്ഭുതവും മാത്രമായിരുന്നു. എന്നാ ഞാൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ണിലേക്ക് വീണുപോയ നീളൻ മുടി പിന്നിലേക്ക് മാടി ഒതുക്കി വെച്ചുകൊണ്ട് അവൻ അവരോട് പറഞ്ഞു. പോടെ ചെറുക്ക, കയറി വാ നീ ഇങ്ങോട്ട്. അവൻ ഡിക്കിയിൽ നിന്ന് ബാഗ് എടുത്തുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്ന് അവരെ ചേർത്ത് പിടിച്ച് അവരുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. എക്സിബിഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. എക്സിബിഷൻ ഇനിയും 3 ആഴ്ച കൂടിയുണ്ട്. പക്ഷേ എനിക്കെൻ്റെ ഈ സുന്ദരി അമ്മയെ കാണാൻ തോന്നിയതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. അകത്തേക്ക് കയറുന്നത് വഴി അവരോട് പറഞ്ഞുകൊണ്ട് അവൻ അവരെ കൊഞ്ചിക്കുന്നത് പോലെ താടിയിൽ പിടിച്ചു. അവനെവിടെ? അവൻ ജോലിക്ക് പോയി. ഓ, ഡോക്ടർ അദ്ദേഹം ജോലിക്ക് പോയോ? ഉവ്, പോയി. അല്ലാതെ അവൻ നിന്നെപ്പോലെ ഊരു ചുറ്റി നടക്കുന്നതല്ലല്ലോ. അമ്മ. അവരങ്ങനെ പറഞ്ഞതും അവൻ അല്പം കടുപ്പിച്ച ശബ്ദത്തിൽ അവരെ വിളിച്ചു. കുളിച്ചിട്ട് വാ, ഞാൻ ചായ എടുക്കാം. ചായ ഒന്നും വേണ്ട, ഞാൻ ചായയും ഭക്ഷണവും എല്ലാം കഴിച്ചിട്ടാണ് വന്നത്. എങ്കിലും പോയി കുളിക്കാൻ നോക്ക്. അമ്മ പറഞ്ഞതിന് ഒന്ന് മൂളിക്കൊണ്ട് അവൻ മുകളിലെ നിലയിലുള്ള തൻ്റെ മുറിയിലേക്ക് കയറി. മുറിയിലേക്ക് കയറുമ്പോൾ തന്നെ അവൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറിയ ഗന്ധം അവനൊന്ന് ആഞ്ഞു ശ്വസിച്ചു. അത് പെയിൻറ്റിൻ്റെ മണമാണ്. അവൻ ഉറങ്ങുന്ന മുറിയോട് ചേർന്ന് തന്നെ മറ്റൊരു മുറി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അവൻ്റെ ലോകം. എത്ര സമയം വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചിലവഴിക്കാൻ അവന് യാതൊരു മടിയുമില്ല. അതിനുള്ളിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവന് സന്തോഷവും സമാധാനവും മാത്രമാണ് എന്നാണ് അവൻ പറയുന്നത്. വേഗത്തിൽ അവനൊന്ന് പോയി കുളിച്ച് നേരെ അതിലേക്ക് കയറി. കിടക്കുന്ന മുറിയേക്കാൾ വിശാലമായ മുറിയാണത്. ചുവരിലാകെ ചായങ്ങളും വരച്ചു തീർത്ത ചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ക്യാൻവാസിൽ താൻ വരച്ചു തീർക്കാൻ ബാക്കിയിരിക്കുന്ന ചിത്രം തന്നെ മാടി വിളിക്കുന്നത് പോലെ തോന്നി അവന്. മനു! അപ്പോഴേക്കും മുറിയിൽ നിന്നും അമ്മയുടെ ശബ്ദം അവനെ തേടിയെത്തി. അവൻ നേരെ മുറിയിലേക്ക് ചെന്നു. ആത്മാവ്. അങ്ങനെയാണ് അവൻ ആ ഡ്രോയിങ് മുറിക്ക് അവൻ പേരിട്ടിരിക്കുന്നത്. അതിലേക്ക് കയറാൻ അവനല്ലാതെ മറ്റാർക്കും അനുവാദമില്ല. അവനത് ഇഷ്ടമല്ല എന്ന് പറയുന്നതാവും ശരി. അവിടം വൃത്തിയാക്കുന്നതും ചീത്തയാക്കുന്നതും ഒരുക്കുന്നതും നശിപ്പിക്കുന്നതും എല്ലാം അവൻ തന്നെ. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാൻ ഒരിടം. അതാണ് അവൻ്റെ ആത്മാവ്. ഒരു കണക്കിന് നോക്കിയാൽ അവൻ്റെ ആത്മാവ് പോലും അതിനുള്ളിലാണ് എന്നും പറയാം. മാനവ് വർമ്മ. ചിത്രരചനാലോകം ഒന്നാകെ ഉറ്റുനോക്കുന്ന യുവ ചിത്രകാരൻ. ചിത്രരചനയ്ക്ക് പുറമെ അവൻ നല്ലൊരു കവി കൂടിയാണ്. കവി എന്നതിലുപരി ഒരു ഗായകനുമാണ്. അങ്ങനെ എല്ലാം തികഞ്ഞൊരു സമ്മിശ്രമായ മനുഷ്യൻ. അതാണ് ഡോക്ടർ മാനവ് വർമ്മ. ദാ ചായ. ഞാൻ ചായയൊന്നും വേണ്ടെന്ന് പറഞ്ഞതാണല്ലോ അമ്മ. അമ്മ കൊണ്ടുവന്ന ചായ കയ്യിലേക്ക് വാങ്ങിക്കൊണ്ടാണ് അവൻ അത് പറഞ്ഞത്. എങ്കിലും നീ കുടിക്കണ്ട. ഓ, എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ഇവിടെ വരെ കൊണ്ടുവന്നതല്ലേ. എങ്ങനെയാ കുടിക്കാതെ വേണ്ടെന്ന് പറയുന്നത്? അതുകൊണ്ടങ്ങ് കുടിക്കാമെന്ന് കരുതി. അവൻ ചായ ഊതി കുടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയെ കൂട്ടി അവൻ താഴേക്ക് നടന്നു. പിന്നീട് അവരുടെ ലോകമായിരുന്നു. വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഒരുപാട് നേരം ഇരുന്നു. ഇതാണ് ഡോക്ടർ മാനവ് വർമ്മ. വർമ്മ ഹോസ്പിറ്റൽസിൻ്റെ തലപ്പത്തിരിക്കുന്നവൻ. പക്ഷേ ഇവനെ ഇപ്പോൾ ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് അവൻ്റെ അനിയൻ മാധവ് വർമ്മയാണ്. പഠനമെല്ലാം കഴിഞ്ഞപ്പോൾ മാനവ് തൻ്റെ ഇഷ്ടകാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. പക്ഷേ ഇപ്പോഴും വർമ്മ ഹോസ്പിറ്റലിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അവൻ തന്നെയാണ്. പക്ഷേ പുറമേ നിന്ന് നോക്കുന്നവർക്ക് അതിൻ്റെ അധിപൻ മാധവുമാണ്. ചെറുപ്പത്തിലെ തന്നെ അച്ഛൻ നഷ്ടമായ 2 കുഞ്ഞുങ്ങൾ. അവരുടെ അമ്മ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കും പോലെ കൊണ്ടു നടന്ന് വളർത്തിയെടുത്ത കുട്ടികളാണ് മാനവും മാധവും. 2 പേരുടെയും അച്ഛൻ മരണപ്പെടുമ്പോൾ മാധവിന് 4 വയസ്സും മാനവിന് 8 വയസ്സും മാത്രം പ്രായം. അമ്മ ശ്രീകുമാരി, അച്ഛൻ ചന്ദ്രദേവ വർമ്മ. അച്ഛൻ്റെ മരണശേഷം വളരെ തൻ്റെ ഇടത്തോടു കൂടി തന്നെ നിന്ന് അമ്മയാണ് 2 മക്കളുടെയും കാര്യങ്ങളെല്ലാം നോക്കി വളർത്തിയത്. അടുത്തുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു ശ്രീകുമാരി. ആ സ്കൂളിൽ തന്നെ അവർ 2 മക്കളെയും പഠിക്കാനായി ചേർത്തു. അങ്ങനെ 10ാം ക്ലാസ് വരെ 2 പേരും അമ്മയോടൊപ്പം സ്കൂളിൽ പോയി പഠിച്ചു. അതുകൊണ്ട് തന്നെ അമ്മ എന്ന് വെച്ചാൽ 2 പേർക്കും ജീവനാണ്. അമ്മ പറയുന്നതിനപ്പുറത്തേക്ക് 2 പേരും പോകാറില്ല. 2 പേരും പഠിച്ച് ഡോക്ടർമാരായി. അച്ഛൻ 2 മക്കൾക്കുമായി സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണം ഉപയോഗിച്ച് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റൽ തുടങ്ങി. അതാണ് വർമ്മ ഹോസ്പിറ്റൽസ്. ഇപ്പോൾ അത്യാധുനിക സൗകര്യങ്ങളോടെ നഗരത്തിലെ തന്നെ ഏറ്റവും മികച്ച തലയെടുപ്പുള്ളൊരു ഹോസ്പിറ്റലായി നിലകൊള്ളുന്ന സ്ഥാപനം. മാനവ് മുന്നിട്ടിറങ്ങിയാണ് അത് ആരംഭിച്ചതെങ്കിലും പിന്നീട് അത് ഏറ്റെടുത്തത് മാധവായിരുന്നു. കടമകളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ മാനവിന് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കലകളുടെ ലോകത്തേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോഴും അമ്മ അത് തെല്ലുപോലും നിരസിക്കാതെ അംഗീകരിച്ചു കൊടുത്തിരുന്നു. അങ്ങനെയാണ് അവൻ ഇന്നീ കാണുന്ന ചിത്രകാരനും കവിയും ഗായകനുമായ
ഡോക്ടർ മാനവ് വർമ്മയാകുന്നത്. ഞാൻ നാളെ വൈകുന്നേരം പോകും കേട്ടോ. അമ്മയുടെ കൂടെ വിശേഷം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവനത് പറഞ്ഞത്. പിന്നെ എന്തിനാ നീ ഓടി വരാൻ നിന്നത്? എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് വന്നിട്ട് സമാധാനമായിട്ട് കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പൊക്കൂടെ നിനക്ക്? തൻ്റെ മടിയിൽ കിടക്കുന്നവൻ്റെ തലയിലൊന്ന് തലോടിക്കൊണ്ട് ആ അമ്മ ചോദിച്ചു പോയി. അത് പറ്റില്ലമ്മ. ഇനി അവിടുത്തെ എക്സിബിഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ജയ്പൂരിലൊരു എക്സിബിഷനുണ്ട്. അങ്ങോട്ട് പോയാൽ എന്തായാലും 2 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമേ വരാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് സമയം കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. ജയ്പൂർ വരെ കാറിൽ പോകാൻ ഞാൻ അനുവദിക്കില്ല കേട്ടോ. വല്ല ബസ്സിനോ ട്രെയിനോ പോയാൽ മതി. അവൻ ജയ്പൂർ വരെ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ ആദ്യം പറഞ്ഞത് ഇക്കാര്യമാണ്. അത് ശരിയാവില്ല. എൻ്റെ സാധനങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ളതാണ്. അതൊക്കെ വലിച്ചു കയറ്റി ബസ്സിലും ട്രെയിനിലും ഒക്കെ പോകുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടി പോകണ്ട. നീ ഏതെങ്കിലും ഒരു ഡ്രൈവറിനെ വെക്കണം മനു. അല്ലാതെ ഇത്ര ദൂരം നീ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അല്പം ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അമ്മ അത് അവനോട് പറഞ്ഞത്. എൻ്റെ ശ്രീകുട്ടി ചൂടാവല്ലേ. ഞാൻ സൂക്ഷിച്ച് പതുക്കെ ഡ്രൈവ് ചെയ്ത് പൊക്കോളാം. ആര്? നീയാണോ പതിയെ ഡ്രൈവ് ചെയ്ത് പോകാൻ പോകുന്നത്? നിന്റെ പതിയെന്ന് പറയുന്നത് ചിലപ്പോൾ 100 km/h സ്പീഡിലായിരിക്കും. അമ്മ അവൻ്റെ കയ്യിൽ പതിയെ ഒന്ന് തള്ളിക്കൊണ്ട് പറഞ്ഞു. ഇല്ലമ്മ, ഞാൻ പതിയെ പൊക്കോളാം. ഡ്രൈവറിനൊക്കെ വെച്ച് പോവാന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അയാൾക്കുള്ള ഫുഡ്, അക്കോമഡേഷൻ, പൈസ അതൊക്കെ നോക്കേണ്ടി വരില്ലേ? അതിന് എത്ര രൂപ ചിലവ് വരുമെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് തന്നേക്കാം. എന്തൊക്കെ വന്നാലും നീ ഒറ്റയ്ക്ക് ഇവിടുന്ന് ജയ്പൂർ വരെ കാർ ഡ്രൈവ് ചെയ്ത് പോകുന്നില്ല മനു. തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അമ്മ അവനോട് പറഞ്ഞു. അങ്ങനെ അമ്മയും മകനും ഓരോന്ന് പറഞ്ഞിരിക്കുന്ന നേരത്താണ് മുറ്റത്ത് വീണ്ടും ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. അമ്മ, ഏട്ടൻ വന്നോ? മനു എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങുന്നതിന് മുന്നേ തന്നെ ഉണ്ണി എന്ന് വിളിക്കുന്ന മാധവ് അകത്തേക്ക് കയറി വന്നിരുന്നു. ഏട്ടാ. അവനെ കണ്ടപ്പോൾ തന്നെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ആകാംക്ഷയോടെ കയ്യിലുള്ള ബാഗ് സോഫയിലേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ ഓടി വന്ന് മാനവിനെ കെട്ടിപ്പിടിച്ചു. ഇത്ര വലുതായിട്ടും ഉണ്ണി മനുവിനിപ്പോഴും ഒരു ചെറിയ കുഞ്ഞു തന്നെയാണ്. തിരിച്ച് ഉണ്ണിക്കും അവൻ അങ്ങനെ തന്നെയാണ്. അച്ഛനില്ലാതെ വളർന്നത് കൊണ്ട് തന്നെ ഉണ്ണിക്ക് ശരിക്കും പറഞ്ഞാൽ മനു ഒരു അച്ഛൻ തന്നെയാണ്. വലിയ ഡോക്ടറാണ്. എന്നിട്ടിപ്പോഴും കുഞ്ഞു കുട്ടിയാന്ന വിചാരം. അവനെ കെട്ടിപ്പിടിച്ച് പുറത്തുനിന്ന് തട്ടിക്കൊണ്ട് മനു കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ അന്നേരം അത്രയും ഉണ്ണി അതൊന്നും കാര്യമാക്കാതെ നാളുകൾക്ക് ശേഷം കണ്ട തൻ്റെ ഏട്ടനെ കെട്ടിപ്പിടിച്ച് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന തിരക്കിലായിരുന്നിരുന്നു. ഇവരുടെ ഈ സ്നേഹപ്രകടനങ്ങളെല്ലാം ആ അമ്മ സന്തോഷത്തോടെയും വാത്സല്യത്തോടെയും നോക്കിക്കണ്ടു. ഏട്ടൻ ഇന്നലെ വിളിച്ചപ്പോൾ പോലും ഇന്നിങ്ങോട്ട് വരുന്നു പറഞ്ഞില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ വന്നതായല്ലോ കുറ്റം. ഞാൻ വന്നു കയറിയപ്പോൾ തന്നെ അമ്മയും ഇത് തന്നെ ചോദിച്ചു. ഇപ്പോൾ ദാ നീയും ചോദിക്കുന്നു. മനു തമാശയായി തിരികെ ചോദിച്ചു. പോടേട്ടാ എന്ന് പറഞ്ഞ് ഉണ്ണി മനുവിൻ്റെ ഷോൾഡറിൽ തന്നെ നല്ലൊരു കടി വെച്ച് കൊടുത്തു. ആവ് എന്നൊരു ശബ്ദം ഉണ്ടാക്കി മനു ഉണ്ണിയെ തള്ളി നീക്കി. പിന്നീട് അവിടെ ഒരു യുദ്ധം തന്നെയായിരുന്നു. സോഫയിൽ കിടക്കുന്ന ചെറിയ പില്ലോയൊക്കെ എടുത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിച്ചു. ഒടുവിൽ അമ്മ ഇടപെട്ടാണ് രണ്ടുപേരുടെയും പ്രശ്നം പരിഹരിച്ചത്. ക്ഷീണിച്ച് രണ്ടുപേരും സോഫയിൽ കിടന്നപ്പോൾ അമ്മ അവർക്ക് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തു. നീ പോയി കുളിച്ചു കഴിഞ്ഞൊക്കെ വാ. എനിക്ക് മുകളിൽ അല്പം പണികളുണ്ട്. അത് കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഉണ്ണിയോട് പറഞ്ഞ് അവൻ്റെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് മനു മുകളിലേക്ക് കയറിപ്പോയി. അവൻ പോകുന്നത് ഉണ്ണി നോക്കി നിന്നു. അവനെ നോക്കി നിൽക്കവേ താൻ പോലും അറിയാതെ നിറഞ്ഞു വന്ന മിഴികൾ ഉണ്ണി അമർത്തി തുടച്ചു. തുടരും. സോ ഗൈസ്, നമ്മളിവിടെ നമ്മുടെ പുതിയ സ്റ്റോറി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നായകൻ എല്ലാവർക്കും മനസ്സിലായല്ലോ, മാനവ് വർമ്മ. ഹീസ് ദ വൺ ഹു ഈസ് ദ ഹീറോ. ആൻഡ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ പതിയെ പരിചയപ്പെടുത്താം. ആൻഡ് വൺ തിങ് ഐ ഹാവ് ടു സേ ഈസ് ദാറ്റ് ദി സ്റ്റോറി വിൽ ബി എ ലിറ്റിൽ ബിറ്റ് ലോങ്ങർ. കഴിഞ്ഞ കഥ അവസാനിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, പുതിയതായിട്ട് തുടങ്ങുന്ന സ്റ്റോറി അല്പം ലെങ്തി ആയിരിക്കും. ആൻഡ് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് നമുക്ക് പോകാം. സ്റ്റോറി ലാഗ് ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ലാഗ് ഓർ നോട്ട്. കാരണം ഞാൻ ഈ സ്റ്റോറി എഴുതാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം ആകാറായിട്ടുണ്ട്. സ്റ്റിൽ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റഡ്. എത്രയും വേഗം ഇത് തീർക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ സ്റ്റോറി ലാഗ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുക. കാരണം ഈ ഒരു സ്റ്റോറീൻ്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ 1 year ആയിട്ട് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സ്റ്റോറിയാണ്. സോ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഫീൽസ് ടു യു. ആൻഡ് ഈ ഒരു സ്റ്റോറി കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി കേട്ടോ. അല്ലാണ്ട് ലാഗാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി ഞാനൊരു ജാമ്യം എടുത്തു വെച്ചതാണ്. ആൻഡ് ഇപ്പോൾ സ്റ്റോറി വായിച്ച എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.